ഈശ്വര, ആ പെണ്ണിതുവരെ റെഡി ആയില്ലേ? എടി കൊച്ചേ. അയ്യോ ഒച്ചല്ലേ, കൊച്ചല്ലേ. എടി കൊച്ചേ, നീ ഇതുവരെ റെഡി ആയില്ലേ? അച്ഛമ്മേ ദേ വരുന്നു. ആഹാ, അപ്പൊ ദേ മാത്രമേ വരുന്നുള്ളൂ, നീ വരുന്നില്ല? ഞാനല്ലേ ഇവിടെ വന്നിരിക്കുന്നേ. ഒന്നിരിക്കല്ലേ, ഒന്ന് നിക്കല്ലേ. എന്റെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞ കേട്ടെ. അച്ഛമ്മേ ഞാൻ റെഡിയായി. ഇനി പറ എവിടെ പോവാനാ? ഒരിടത്തും പോകാനൊന്നുമല്ല. ഇന്നാണ് മക്കളെ പാട്ട് പഠിപ്പിക്കാൻ മാഷ് ഇവിടെ വരുന്നത്. ആ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുത്ത് എന്റെ പോറ്റി അവന്റെ ഭാര്യയുടെ ഒരേ ഒരു മകളായ നിന്നെ ഒരു കലാകാരിയാക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. അച്ഛമ്മേ ഞാൻ ഈ നാടകം പഠിച്ചാ മതിയോ? ഇത് നാടകമൊന്നുമില്ല, ഇതെന്റെ ഉള്ളു തട്ടി വരുന്ന കാര്യമാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ പാട്ട് പഠിപ്പിക്കും. ഇത് വല്ലോ നടക്കുവോ? നടക്കും. അത് നടത്താൻ ഞാൻ ഏത് അറ്റം വരെയും പോവും. അച്ഛൻ വരെ പോന്ന കൊള്ളാം, താഴെ വന്ന് വീഴരുത്. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. നിന്നെ ഞാൻ ഡാൻസ് പഠിപ്പിക്കാൻ വിട്ട്, ശരിയായില്ല. നിന്നെ ഞാൻ അഭിനയം പഠിപ്പിക്കാൻ വിട്ട്, ശരിയായില്ല. നിന്നെ ഞാൻ ബ്രേക്ക് ഡാൻസ് പഠിപ്പിക്കാൻ വിട്ട്, ശരിയായില്ല. അതൊന്നും എന്റെ പൊന്നുമോളെ കുഴപ്പം കൊണ്ടല്ല. മക്കളെ പഠിപ്പിച്ച മാഷിമാർക്ക് ഒരു കുന്തോ അറിഞ്ഞൂടായിരുന്നു. അതുകൊണ്ട് ഈ അച്ഛമ്മ മക്കളെ പാട്ട് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിൽ എന്റെ മക്കള് കഴിവ് തെളിയിക്കുകയും ചെയ്യും, ടോപ്പ് സിംഗറിൽ പോവുകയും ചെയ്യും, 1ാം സ്ഥാനം വാങ്ങിക്കുകയും ചെയ്യും. ബെസ്റ്റ് പെർഫോമറിന്റെ അവാർഡ് എന്നെ എന്റെ മക്കള് വാങ്ങിക്കണം കേട്ടാ. പിന്നെ മക്കളെ, നീ ഇങ്ങനെ ചുമ്മാ നിൽക്കാൻ വല്ല സാധകവും ചെയ്തോണ്ടങ്ങോട്ട് ഇരി. നമ്മുടെ മാഷ് വരുമ്പോ കേട്ടോണ്ട് വരട്ടെ. ഇത് മാഷ് വന്നിട്ട് സ്വാഗതം ചെയ്താ പോരെ? പൊന്നു എന്നെ സ്വാഗതം, ഇത് സാധകം. മറ്റേ സാരിഗമതില്ലേ, അതങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യാൻ. ഓ അത് ശരിയാവത്തില്ല. എന്ത് ശരിയാവത്തെ? പിന്നെ ഞാൻ ലോകം അറിയുന്ന ഒരു പാട്ടുകാരിയാക്കും. ലോകമറിയേ? അതാരാ അച്ഛമ്മേ? ലോകമറിയല്ലെന്ന്, ലോകം അറിയുന്ന പാട്ടുകാരി രാഗശ്രീ. മക്കളെ പാട്ട് കേട്ടിട്ട് വേണം ഈ അച്ചമ്മയ്ക്കൊന്ന് കണ്ണടയ്ക്കാൻ. എന്റെ പാട്ട് കേട്ടിട്ട് എന്തിനാണ് അച്ഛമ്മ കണ്ണട വയ്ക്കുന്നത്? ഇവിടെ കണ്ണട വയ്ക്കാല്ലെന്ന്, കണ്ണടയ്ക്കാൻ. എങ്കിലേ അച്ഛമ്മ കണ്ണടയ്ക്ക് ഞാൻ ഇപ്പൊ ഒരു പാട്ട് പാടിത്തരട്ടെ. അപ്പൊ ഞാൻ ചാവണോ നടി നിന്റെ ആഗ്രഹം? നിന്റെ മനസ്സിലിരുമ്പൊക്കെ എനിക്ക് മനസ്സിലായി. എന്തായാലും നീ പറഞ്ഞില്ലേ, എന്റെ മുറി പോയി എന്റെ കണ്ണാടി നീ എടുത്തോണ്ടോ. അച്ഛമ്മേടെ മുറിന്ന് കണ്ണട എടുക്കുന്നതിലും ഭേദം വൈക്കോൽ തുറവിന്റെ ഉള്ളിൽ നിന്ന് മൊട്ടുസൂചി എടുക്കുന്നതാ. ആരെടുക്കാൻ ഇതൊക്കെ പറഞ്ഞു തന്നത്? ആര് പറഞ്ഞു തന്നത്? ഇതാര് പറഞ്ഞു തരാനാ? ഇത് ഈ നാട്ടില് മൊത്തം പാട്ടാ. എന്നാ ആ പാട്ടിന്ന് ഒരു പാട്ടെങ്കിലും പാടി എന്റെ മക്കളൊന്ന് വൈറലാവ്. മോളെ എപ്പോഴും പാടി അച്ഛമ്മയെ കൊതിപ്പിക്കുന്ന ഒരു പാട്ടില്ലേ, അതൊന്ന് പാടി കേൾപ്പിച്ചേരൂ. ഇപ്പൊ പാടാം. അറിഞ്ഞില്ല അച്ഛമ്മ, അറിഞ്ഞില്ല. ഞാൻ നന്നായിട്ട് പാടി അച്ഛമ്മ. നിന്നെ കൊണ്ട് ഈ ജന്മത്ത് പാടാൻ പറ്റൂലെന്നുള്ള കാര്യം അച്ഛമ്മ അറിഞ്ഞില്ല. ചേട്ടാ പെണ്ണ, ആ സാറും കാലം വന്നിട്ട് പാടാൻ പറഞ്ഞതുപോലെ വാവലിച്ച് കയറി പാടരുത് കേട്ടെ. അയ്യോ മാഷ് വരുമ്പോ അയ്യോ താണ്ട മാഷി വന്നു, കേറി വരൂ. അയ്യോ താണ്ട മാഷി. എന്താ മാഷെ താമസിച്ചേ? അത് പിന്നെ എന്റെ പേര് പോലെ തന്നെ ആയിരുന്നു എന്റെ വരവും. എന്താ മാഷിന്റെ പേര്? വസന്തൻ. മാഷാണോ താമസിച്ചു വരുന്ന വസന്തൻ? അതെ, ഐ ആം ടു ലേറ്റ്. ഓ അതുകൊണ്ടാണല്ലേ അപ്പൊ മാഷ് താമസിച്ചേ. പക്ഷെ മാഷ് പറഞ്ഞു ഇന്നലെ വരുമെന്ന്. അത് പിന്നെ ഇന്നലെ എനിക്കൊരു പാട്ട് പരിപാടിയുടെ വിധി ഉണ്ടായിരുന്നു. മോശ ജഡ്ജ്മെന്റിനൊക്കെ പോവോ? ജഡ്ജ്മെന്റ് അല്ല, കഴിഞ്ഞ മാസം ഞാൻ ഉത്സവത്തിന്റെ ഒരു അമ്പലത്തിൽ പാട്ട് പാടി. പകുതി ആയതല്ല, ജനം രണ്ടായിട്ട് ചേരി തരുന്നു. അടിയോടടി. ഇവിടെ എന്തോ നടക്കുന്നെന്നറിയാൻ വേണ്ടി സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എത്തി നോക്കിയതാ. എങ്ങാണ്ടോന്നടുത്ത ചാടി വന്നെ ചെപ്പാങ്കുറ്റിക്കിട്ട് ഒറ്റ അടി. അവിടെ കൊണ്ടത് തീർന്നതാണ് ഞാൻ വിചാരിച്ചത്. എന്നാ അടി ഉണ്ടാക്കാൻ മെയിൻ വിഷയം ഞാനാന്നും പറഞ്ഞ് കമ്മിറ്റിക്കാരെല്ലാരും കൂടെ എന്റെ പേര് കൊണ്ട് കേസ് കൊടുത്തു. അതിന്റെ വിധിയായിരുന്നു ഇന്നലെ. എന്റെ ഭാഗ്യം കൊണ്ട് അതിന്റെ വിധി അടുത്ത മാസത്തേക്ക് മാറ്റി വെച്ചു. ഇല്ല, ഇവിടെ ആർക്കാ പാട്ട് പഠിക്കേണ്ടത്? മോന്റെ മോക്ക. മോന്റെ മൂക്കോ? ബാക്കിയുള്ളവരോട് വാണ്ട് വളാൻ കഷ്ടപ്പെടുന്നു, എന്നാലും എടുത്ത മൂക്കോണ്ട് പാടാൻ പോന്നെ. അയ്യോ മോന്റെ മൂക്കെന്നല്ല, മകന്റെ മുളക. മകന്റെ മുളകോ? മുളകല്ലെന്ന്, മകള്. ഇതാണ് കൊച്ചി. വൈറ്റിൽ ഇവിടെ എവിടെ ആയിട്ട് വരും? വൈറ്റിലെ എന്തോ മാഷേ? അല്ല, ഇതാ കൊച്ചിന്ന് പറഞ്ഞു. അയ്യോ കൊച്ചിയിലെന്ന്, കൊച്ച്. അല്ല, എന്താ കുട്ടിയുടെ പേര്? രാഗശ്രീ. പേര് തന്നെ രാഗം. പേര് തന്നെ പ്രാകാന്. പേര് തന്നെ പ്രാകാനല്ല, പേര് തന്നെ രാഗം. രാഗശ്രീ കേട്ടിട്ടില്ലേ? ശ്രീരാഗമോ തേടുന്നു നീ
ബാക്കി അങ്ങനെ ഇപ്പൊ കേട്ട് തൂയിക്കണ്ട. അല്ല കുട്ടിക്ക് സംഗീതത്തിൽ കമ്പമുണ്ടോ? സംഗീതത്തിൽ കമ്പമില്ല, പക്ഷെ അപ്പുറത്തെ കാട്ടി കമ്പമുണ്ട്. മാഷിന് വേണോ? അതിന്നൊരു കമ്പെടുത്ത് എന്നെ തലക്കടിച്ചങ്ങ് കൊല്ലാവോ? എന്നാത്തിന്? ആ കമ്പം ഉണ്ടോന്നല്ലേ ചോദിച്ചേ. കുട്ടിക്ക് സംഗീതത്തിൽ കമ്പമുണ്ടോ? അതായിരുന്നു. അതൊന്നും ഇല്ല മാഷെ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഒക്കെ പാടുവോ? ഞങ്ങളുടെ വീട്ടിൽ എല്ലാരും സംഗീതജ്ഞരാ. ആണോ? എല്ലാരും പാടും? ഇല്ല. പിന്നെ സംഗീതജ്ഞരാന്ന് പറഞ്ഞു. എല്ലാരും സംഗീതത്തിൽ അജ്ഞതാ. മാഷിന്റെ വീട്ടിൽ എല്ലാരും പാടോ? പാടും. 2 പേർ പാടും. ഞാനും ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന റേഡിയോയും. ബാക്കി ആരും പാടില്ലേ? പാടില്ല. അച്ഛന് തീരെ പാടില്ല. അമ്മയ്ക്കാണ് സഹിക്കാൻ പറ്റാത്ത തലകറക്കം. ഇയർ ബാലൻസിന്റെ കുഴപ്പമെന്നാ ഡോക്ടർ പറഞ്ഞത്. ചേട്ടനാണ് വിട്ടുമാറാത്ത നടുവേദന. അങ്ങനെ വീട്ടിൽ ആകെ പാടില്ല. അതെ, ഗവൺമെന്റ് ആശുപത്രിയിലെ ചീട്ടെടുക്കാനല്ല മാഷ് ഇങ്ങോട്ട് വന്നത്. എന്റെ പൊന്നു മാഷെ, എന്റെ പിള്ളേ ഒന്ന് പഠിപ്പിരും മാഷെ. അങ്ങോട്ട് പഠിപ്പിക്കാലോ. ഒരു പാട്ട് ഞാൻ പാടിത്തരാവേ. എന്റെ ഒരു ഫേവറേറ്റ് പാട്ടുണ്ട്. മാഷ് ഒന്ന് പാടൂ. മറ്റേ ഗോകളെ ആ പാട്ടൊന്ന് പാടൂ. ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും. ഗോക്കളെ ഏത് മാച്ച് കളിച്ചേ? ഗോക്കളെ മാറ്റി കളിച്ചതല്ല, ഗോക്കളെ മേച്ചും. അതായിരുന്നാ. ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. അല്ല മാഷേ, മാഷിന്റെ ഉള്ളിൽ ഒരു പാട്ടുകാരുണ്ടെന്ന് മാഷ് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? ഞാൻ പറഞ്ഞുതരാം. കുട്ടി ഇങ്ങ് വരൂ. താണ്ടാ പോകുന്നു. ഇവിടെ 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 ഇവിടെ. അതായത് പണ്ട് ഞാൻ കുഞ്ഞിലെ ഞാൻ ഒരു സംസാരപ്രിയനായിരുന്നു. ഒരു ദിവസം വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അച്ഛൻ പറഞ്ഞു താളം അടിച്ച മതിയടാന്ന്. അന്നേരം വീണ്ടും ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോ അമ്മ പറഞ്ഞു നിർത്തിയില്ലടാ നിന്റെ താളവടിന്ന്. അന്നേരം എനിക്ക് മനസ്സിലായി എന്റെ ഉള്ളിൽ ഒരു താളം ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ താളത്തിനനുസരിച്ച് പാടാൻ തുടങ്ങി. പാടിപ്പാടി വന്നപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ വീട്ടിൽ നിന്ന് പാടാതെ സമൂഹത്തിലോട്ട് ഇറങ്ങി ചെന്ന് പാടൂ. അങ്ങനെ ഞാൻ സമൂഹത്തിലോട്ട് ഇറങ്ങി ചെന്ന് പാടാൻ തുടങ്ങി. സമൂഹത്തിൽ ഇറങ്ങിയപ്പോൾ എന്റെ പാട്ട് കേട്ട് നാട്ടുകാർ പറഞ്ഞു യവന്റെ തലയ്ക്ക് ഓളവാന്ന്. അല്ല, യവന് നല്ല താളവാന്ന്. അല്ല, കുട്ടിക്കണ്ടോ ഇതുപോലെ തലയ്ക്കോളം? അല്ല, നല്ല താളം. പാട്ട് പാടുന്ന ആൾക്കാരെ 3 തരമായിട്ട് നമുക്ക് തിരിക്കാം. എ ബി സി. എ എന്ന് വെച്ചാൽ എല്ലാ തരം പാട്ടും പാടുന്നവർ. ബി എന്ന് വെച്ചാൽ ബാത്റൂമിൽ മാത്രം പാടുന്നവർ. സി എന്ന് വെച്ചാൽ ചിലപ്പോ മാത്രം പാടുന്നവർ. ഞാൻ NP ആണ്. എന്ന് വെച്ചാ നിർബന്ധിച്ചാ മാത്രം പാടും. മാഷേ, ഈ സ്വരം തെളിയാൻ എന്ത് ചെയ്യണം? വെള്ളം കുടിക്കുമ്പോ അതിന്റെ അകത്ത് ക്ലോറിൻ കറക്കിയാൻ കൂടി. അയ്യോ മാഷെ, അതല്ലെന്ന്. കണ്ടം തെളിഞ്ഞെന്നറിയാം നമ്മൾ എന്താ ചെയ്യണോന്ന്. ഇപ്പൊ എന്തായാലും കണ്ടം തെളിഞ്ഞു കാണത്തില്ല. കാരണം നല്ല മഴയാണ്, മൊത്തം ചെളിയായിരിക്കും. എന്റെ പൊന്നു മാഷെ, അതല്ല മാഷെ. ഈ തൊണ്ട തെളിഞ്ഞെന്നറിയാം നമ്മൾ എന്താ ചെയ്യണം. വാ വിളിച്ചിട്ട് വാക്കാതെ ടോർച്ചടിച്ചങ്ങ് നോക്ക്. മാഷേ, ഈ കല്യാണ കച്ചേരി എന്ന് വെച്ചാ പണ്ട് ഞാൻ തമ്പാനൂർ ഒരു കച്ചേരി നടത്തി. തഞ്ചാവൂരല്ലേ സാധാരണ എല്ലാരും കച്ചേരി നടത്താറ്? തഞ്ചാവൂരായിരുന്നു ഞാൻ കച്ചേരി നടത്താൻ പോണ്ടത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോ എന്റെ ഒരു ആരാധകൻ എന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടു. അല്ല, ടിക്കറ്റ് ഇല്ലാത്തോട്ട് ടീച്ചർ ഇറക്കിയതല്ല. എന്നെ കുറിച്ച് നല്ലോണം അന്വേഷിച്ച് കാണുമല്ലേ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ലെങ്കിൽ ഇത് പറയത്തില്ല. ഞാൻ അങ്ങനെ തമ്പാനൂർ കച്ചേരി നടത്തിയിട്ടാണ് വീട്ടിൽ പോയത്. അങ്ങനെ എന്തൊക്കെയായാലും മാഷെ എന്റെ പിള്ളേ അങ്ങോട്ട് പഠിപ്പിക്കും. മാഷെ ഒരു പാട്ടൊക്കെ പാടങ്ങോട്ട്. കുട്ടി ഇവിടെ വന്നിരിക്കൂ. ഇരി മക്കളെ, ഇരി ഇരി. കുട്ടി ഏതെങ്കിലും ഒരു പാട്ട് പാടാവോ? പാട്ട് പാടും. മറ്റേ മാതം പുലരുമ്പോൾ. മാതം പുലരുമ്പോൾ മോരോട്ട് സ്വർഗഭൂമി കീടാങ്ങൾക്ക് നീരാട്ട് പാതാളം കാവൽ നിൽക്കുമ്പോൾ തന്നെ പൂജ കാണാങ്ങൾക്കും ചോറൂട്ട് ചെമ്പഴുക്ക തൊട്ടടുത്ത് അമ്പലം പൂട്ടുന്നതാര് ചെമ്പരത്തി കമ്പുകൊണ്ട് അമ്പുകുലക്കളാര്. ഒരു കമ്പ് കിട്ടിയാ തന്റെ തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. ഏത് പാട്ടടോ? അല്ല, ഈ ചെമ്പഴുക്കയാണ് വിഷയം വന്നത്. 2 പാട്ടിൽ ചെമ്പഴുക്കയുണ്ട്. ആദ്യത്തേത് പഴുക്കാത്തതും രണ്ടാമത് പഴുത്തളിഞ്ഞതാണ് നിങ്ങൾ ഈ കണ്ടത്. അപ്പം നമുക്ക് വേറെ പാട്ട് പഠിക്കാം. രാഗമാണ് ഇതിന്റെ വിഷയം, മനസ്സിലായോ? അപ്പൊ നമുക്ക് വേറെ പാട്ട് പഠിക്കാം. മഞ്ഞും മണിത്തെങ്ങലും കുഞ്ഞമ്മ കൈമാറിയോ. ഇതും രാഗത്തിന്റെ പ്രശ്നമായിരിക്കുമല്ലേ? എന്റെ പൊന്ന് മാഷെ, മാഷിന് ഓരോ രാഗവും തെറ്റാതെ ഒരു പാട്ട് പാടാൻ പറ്റുമോ? ഇത് തന്നെയാണല്ലോ എല്ലാരും എന്റെ അടുത്ത് പറയുന്നത്. ദൈവമേ പെട്ടല്ലോ. അല്ല, പെട്ടെന്ന് ഞാനൊരു പാട്ട് പാടി തരാന്ന്. അപ്പൊ ഞാൻ ഏത് പാട്ട് പാടും? സുരരാഗംഗെ പാടട്ടെ? പാടിക്കോ പാടിക്കോ. സുരരാഗംഗെ പ്രയാസമേ പ്രവാഹമല്ലേ. ഈ പാട്ട് പാടാ എനിക്ക് ഇത്തിരി പ്രയാസമുണ്ട്. തൊണ്ട ചെറുതായിട്ട് സ്ക്രാച്ച് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ല, ഇത് പാട്ട് നമുക്ക് പ്രവാസികൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ഇട്ടുണ്ട്. കേൾക്കണോ? കേൾക്കണോ? സുരരാഗംഗെ പ്രവാസമേ. ഗൾഫിലൊന്നും പരിപാടി കിട്ടിയിട്ടില്ലല്ലേ? ഇല്ല. ഇതുകൊണ്ടാണ് കിട്ടാത്തത്. കഷ്ടം തന്നെ.
പഠിപ്പിക്കും മാഷെ. കർണാട്ടിക് പഠിപ്പിക്കും. കർണാട്ടിക് ഞാൻ പഠിപ്പിക്കാൻ. എന്റെ തൊണ്ടക്ക് ചെറുതായിട്ട് സ്ക്രാച്ച് ഉണ്ട്. കുഴപ്പമില്ല, അതുകൊണ്ട് എനിക്ക് പാടാൻ പറ്റത്തില്ല. വേണേ ഞാൻ ഫോണിലിട്ട് തരും. ഫോണിട്ട് തന്നാലും മതി. പഠിക്കണേ. കർണാട്ടിക് ഇല്ലേ? കർണാട്ടിക് എന്നല്ലേ ഞാൻ പറഞ്ഞേ? പെണ്ണെന്ന് കർണാട്ടിക് അല്ലേ? നേരെ കൊണ്ട് ഫോൺ ഓഫായി. പക്ഷേ ഒന്ന് ഓണാക്ക്. ഓണമാക്കാൻ ഞാനെന്തോ മാവേലിയോ? അയ്യോ മാഷേ, ഈ പാട്ട് എങ്ങനെയാണ് വൈറലാവുന്നത്? പാട്ട് വൈറലാവണല്ലേ? ഒരു പേപ്പറിന്റെ അകത്ത് പാട്ട് എഴുതുക, ചുരുട്ടിക്കൊണ്ട് വായിക്കാത്തിട്ടാ മതി, പെട്ടെന്ന് വൈറലായിക്കോളും. അതൊന്നും അല്ല മാഷേ, ഈ പാട്ട് യൂട്യൂബിൽ യൂട്യൂബിൽ വൈറലാവണമെങ്കിൽ യൂട്യൂബ് ചാനൽ വേണം. എനിക്കുണ്ടല്ലോ യൂട്യൂബ് ചാനൽ. ഞാനൊരു വീഡിയോ ഇട്ടു, അതിന് 10K വ്യൂവേഴ്സ്. 10,000 പേരോ? 10 കുട്ടികൾ, 10 kids. പിന്നെ അതുകൊണ്ട് ഞാൻ വിട്ടുകൊടുത്തില്ല. പിന്നെ ഞാൻ വേറൊരു വീഡിയോ പാട്ട് കിട്ടു, അതിന് 1M ഉണ്ടായിരുന്നു. 1 മില്യനാ? ഏതാ ഒരു മണ്ട മാത്രം കണ്ട്. അപ്പൊ 5 മിനിറ്റുള്ള വീഡിയോക്ക് 15 മിനിറ്റുള്ള കമന്റ് അവൻ വാരി ഇട്ടേക്കുന്നേ. മാഷേ, എനിക്ക് അങ്ങനത്തെ പാട്ടൊന്നും പഠിക്കണ്ട. എന്റെ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം പോലെ എനിക്ക് വൈറലായാ മതി. അതെ, ഈ അതും ഇതും കാണിച്ച് പെട്ടെന്നൊന്നും വൈറലാകാൻ പറ്റത്തില്ല. വൈറലാവണമെങ്കിൽ എന്തു ചെയ്യണം? അതറിയായിരുന്നെങ്കിൽ ഞാൻ ഈ ബാഗ് തൂക്കി ഓരോ വീടുകാരും നടക്കൂ. ഞാനൊക്കെ എന്നാ വൈറലായേനെ. അല്ല പിന്നെ